നാശം വിതച്ച ദുരിതപ്പെയ്ത്തിൽ ജനങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. പല ജില്ലകളിലും മഴക്കെടുതി രൂക്ഷമായി തുടരുന്നു. കൊല്ലം കരവാളൂർ പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ കൃഷിനാശമുണ്ടായി. കായംകുളത്ത് KSRTC സ്റ്റാൻഡ് മുതൽ ഹൈവേയുടെ ഇരുവശങ്ങളിലേക്കുമുള്ള വീടുകളിൽ വെള്ളം കയറി. ഹരിപ്പാട് മീൻ പിടിക്കാൻ പോയ യുവാവ് വള്ളം മറിഞ്ഞു മരിച്ചു. പിലാപ്പുഴ ചക്കാട് കിഴക്കതിൽ സ്റ്റീവ് 23 വയസ്സാണ് മരിച്ചത്. ശക്തമായ മഴയിൽ അപ്പർ കുട്ടനാട് മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുകയാണ്. കോട്ടയത്ത് വൈക്കം മേഖലയിലെ മൂവാറ്റുപുഴയാർ കരകവിഞ്ഞൊഴുകി. തലയോലപ്പറമ്പ്, ചെമ്പ്, ഉദയനാപുരം, തലയാഴം മേഖലകളിൽ ശക്തമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ആറന്മുള, ഏഴിക്കാട്, മുടിയൂർക്കോണം മേഖലകളിൽ വീടുകളിൽ വെള്ളം കയറി. തൃശൂർ ചെന്ത്രാപ്പിന്നിയിൽ 150 വീടുകളിൽ വെള്ളം കയറി. കണ്ണൂർ പാട്യത്ത് കാണാതായ നളിനിയുടെ മൃതദേഹം തോട്ടിൽ നിന്ന് കണ്ടെത്തി. ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ടും ദുരിതവും തുടരുകയാണ്. കക്കാട് പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. തിരുവനന്തപുരത്തും മഴക്കെടുതി രൂക്ഷമായി തുടരുകയാണ്. കേശവദാസപുരം, മരുതൂർക്കടവ്, പാങ്ങോട് എന്നിവിടങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണു. ഫയർഫോഴ്സ് സംഘമെത്തി മരങ്ങൾ മുറിച്ചുമാറ്റി. ശക്തമായ കാറ്റിൽ കഴക്കൂട്ടത്ത് പരസ്യ ബോർഡുകളും മേൽക്കൂരയും ദേശീയപാതയിലേക്ക് തകർന്നു വീണു. ദേശീയപാത നിർമ്മാണം നടക്കുന്നതിനാൽ വാഹനങ്ങൾ സർവീസ് റോഡ് വഴി വഴിതിരിച്ചുവിട്ടിരിക്കുകയാണ്. കോഴിക്കോട് ചാത്തമംഗലം, മാവൂർ, പെരുമണ്ണ പഞ്ചായത്തുകളിൽ വെള്ളം കയറി. ചാലിയാറും ചെറുപുഴയും ഇരുവഞ്ഞിപ്പുഴയും കരകവിഞ്ഞൊഴുകുകയാണ്. ചാലിയാർ ഊർക്കടവ് റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ പൂർണ്ണമായും ഉയർത്തി. ഉളവണ്ണയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. പ്രാദേശിക റോഡുകളും വെള്ളത്തിനടിയിലായി. ആലപ്പുഴ ജില്ലയിലും മഴക്കെടുതി രൂക്ഷമാണ്. കനത്ത കാറ്റും മഴയും തീരദേശവാസികളെ ദുസ്സഹമാക്കുന്നുണ്ട്. തൃക്കുന്നപ്പുഴ, വലിയ അഴീക്കൽ തീരദേശ റോഡിൽ വെള്ളക്കെട്ടും മണലുമടിഞ്ഞ് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. 100-ലധികം വീടുകളിൽ വെള്ളം കയറി. ഹരിപ്പാട്, വിയപുരം, ചെറുതന, കരുവാറ്റ പഞ്ചായത്തുകളിൽ 100ഓളം വീടുകൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. പത്തനംതിട്ടയിൽ പമ്പ, മണിമല നദികളിൽ ജലനിരപ്പ് ഉയർന്നതോടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. തലവടി പഞ്ചായത്തിൽ 3 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. ചക്കുളത്തുകാവ് ക്ഷേത്രം പരിസരത്തും ക്ഷേത്രത്തിലേക്കുള്ള റോഡിലും വെള്ളം കയറി. അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിൽ നെടുമ്പ്രം റോഡിൽ വെള്ളം കയറി. ഇതുവഴിയുള്ള KSRTC സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.